നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് അസോസിയേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നായാൽ കോർപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സിലും പർപ്പസിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനെ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ ഓരോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നതിൻ്റെ അണ്ടറിലായിരിക്കും ബിസിനസ്സിന് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അത് ലാർജ് സ്കെയിലിൽ ബിസിനസ് അവിടെ ക്യാരി ചെയ്യുന്നുണ്ട്. അത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കും. പിന്നെ അടുത്താണ് ഡിഫറൻസ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നേച്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ കമ്പനീൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേരി ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേരി ആയിട്ടായിരിക്കും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യുന്നതിൻ്റെ പർപ്പസിൽ വീക്കർ സെക്ഷനായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, അവരിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി യൂഷ്വലി മൂവ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ഇമ്പോർട്ടൻസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവിടെ ഒരു ക്യാപിറ്റലായിരിക്കും അസൈൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവിടെ ഒരു സർവീസ് ആയിരിക്കും, പ്രൊമിനൻസ് പ്ലേസ് അവിടെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതൊരു സർവീസ് ആയിരിക്കും, സർവീസിനാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാളിറ്റി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്താണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഇപ്പോൾ ഓരോ മാനേജ്മെൻറ്റ് ഓപ്പറേഷന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എലക്ട് ചെയ്ത ഡയറക്ടേഴ്സിനെ അവർ ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലായിരിക്കും കൺസേൺ ചെയ്തിട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുടെ കാപ്പബിലിറ്റി ടാലൻ്റൊക്കെ അനുസരിച്ചിട്ടായിരിക്കും മെമ്പേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അടുത്ത പോയിൻ്റാണ് ഇൻഡിവിജ്വലിസം. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കോമൺ ആക്ഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എലമെൻറ്റ്സുകളൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് അവരുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻറ്റിഗ്രേഷനൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു പോളിസി ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നുണ്ടാവുക. അടുത്ത പോയിൻ്റാണ് ആറ്റിറ്റ്യൂഡ് ടു അതർ കൺസേൺ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ മോണോപ്പൊളി അക്വയർ ചെയ്യുന്ന ഈ കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ പോളിസി അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാതെ അവർക്കൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രോഗ്രസ്സൊക്കെ ഹൈഡ്രിങ് ചെയ്യാതെ ആയിരിക്കും, അതായത് ഇങ്ങനെ ഒളിച്ച് വയ്ക്കാതെ ആയിരിക്കും ഓരോ ആക്ടിവിറ്റീസുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവുക. അടുത്താണ് ഷെയർ ലിസ്റ്റ്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിന് ബിലോ ഓർ എബോ ആയിരിക്കും അവർക്ക് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഫേസ് വാല്യൂവിൻ്റെ എബോ ആയിട്ടായിരിക്കില്ല ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക ഷെയർസ്. പിന്നെ ഡിസ്ട്രിബ്യൂഷനാണ് അടുത്ത പോയിൻറ്റ്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ സർവീസ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അടുത്ത പോയിൻ്റാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിൽ അവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. നമ്പർ ഓഫ് ഷെയർസിന് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർ എന്ന് ഉണ്ടാവില്ല, അൺലിമിറ്റഡ് ആയിരിക്കും. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിന് അവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ടായിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അടുത്താണ് ഒബ്ജക്റ്റീവ്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരു പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുമ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിൽ കൂടുതൽ പേഴ്സൺസ് ഇൻഡിവിജ്വലി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. ഇനി അതിൻ്റെ ഡിഫറൻസാണ് കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. അതിലത്തെ ഒന്നാമത്തെ പോയിന്റ് മെമ്പർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ ഓഫ് പാർട്ട്നേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ലോ ഇമ്പോസ് ചെയ്യുന്നതിന് പ്രകാരം ലിമിറ്റിലായിരിക്കും മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോ ഒന്നും ഉണ്ടാവില്ല, അതിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പിന് അവൻ്റെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ആ മെമ്പേഴ്സിനെ അവർ ജോയിൻ ചെയ്യിപ്പിക്കും. ക്യാപിറ്റൽ, അതായത് ഓരോ മെമ്പേഴ്സിൻ്റെ ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അതായത് ഓരോ പബ്ലിക്കിന് ഡെപ്പോസിറ്റുകൾ അട്രാക്റ്റ് ചെയ്യുകയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോണുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് ഷെയർ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വേ ആയിരിക്കും ഫണ്ടുകൾ റേസ് ചെയ്യുന്നുണ്ടാവുക. അടുത്താണ് അസിസ്റ്റൻസ്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല.
പാർട്ട്ണർഷിപ്പിന് അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് അവിടെ ഉണ്ടാവില്ല. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അടുത്താണ് കണ്ടിന്യൂറ്റി. ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ഡെത്ത് ആകുമ്പോഴോ ഡിസ്ഹാർമണി എങ്ങനെ സംഭവിക്കുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും പാർട്ട്ണർഷിപ്പിൽ അവിടെ ഓരോ പാർട്ട്നേഴ്സിനെ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ കണ്ടിന്യൂറ്റി എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്താണ് മാനേജ്മെൻറ്റ്. അവിടെ ഓരോ മാനേജ്മെൻറ്റിനെയും ഇലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ബോർഡ് അവിടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലക്റ്റഡ് ബോഡി ഉണ്ടാവില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ ഓരോ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ മാനേജ്മെൻറ്റ് ബോർഡ് ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ സീക്രസി എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീക്രസി കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അടുത്തത് പ്രോഫിറ്റ്. അതായത് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ക്രൈറ്റീരിയൻ ഉണ്ടാവില്ല. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മെമ്പേഴ്സിൻ്റെ പ്രോഫിറ്റ് ഡിവിഷൻ ചെയ്യുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ വെച്ചിട്ടായിരിക്കും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അടുത്തതാണ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും. അടുത്തത് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ ആണ്. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ പാർട്ടാണ് ട്രേഡ് യൂണിയൻ. അപ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ വർക്കേഴ്സിനെ അസോസിയേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നതാണ് ട്രേഡ് യൂണിയൻ. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ കൊയേഷൻ. അതായത് ട്രേഡ് യൂണിയൻ തിയറി ഓഫ് കൊയേഷൻ ബേസിക് ചെയ്തിട്ടായിരിക്കും. കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഓർ കമ്പൽഷൻ അല്ലെങ്കിൽ ആബ്സെൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു സെപ്പറേറ്റ് ബിസിനസ് അവിടെ റൺ ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ബിസിനസ്സൊക്കെ മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വേ ഓഫ് ഫങ്ഷനിങ്, അതായത് ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് അവർ ഈൽഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, എൻഷുർ ചെയ്യുന്നുണ്ടാവും ട്രേഡ് യൂണിയൻ. ബട്ട് കോപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഓരോ പ്രോബ്ലംസിനും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അവർ വർക്കൗട്ട് ചെയ്യുകയും അതിന് കമ്മിറ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് ടെമ്പററി പാച്ചപ്പ് ആയിട്ടുള്ള ഡിഫറൻസുകൾ വരുന്നത് അത്ര സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. എംപ്ലോയർ റിലേഷൻഷിപ്പാണ് അടുത്തത്. ട്രേഡ് യൂണിയനിൽ ഓരോ കളക്റ്റീവ് ബാർഗൈനിങ് ത്രൂ ഔട്ടായിട്ടായിരിക്കും എംപ്ലോയീസിന് അവർ ട്രേഡ് യൂണിയൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. പൊളിറ്റിക്സിൽ ട്രേഡ് യൂണിയനിൽ പൊളിറ്റിക്സിന് ഫ്രീ ആയിരിക്കില്ല. ബട്ട് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫാർ ആസ് പോസിബിൾ ഫ്രീ ആയിരിക്കും, പൊളിറ്റിക്സിൽ നിന്ന് ഫ്രീ ആയിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ 4ാമത്തെ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്.